കൊല്ലം ജില്ലയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അവർ ഒരു പ്രകടനം നടത്തുകയുണ്ട്. യുദ്ധം വേണ്ട, യുദ്ധം നിർത്തണം, യുദ്ധം വേണ്ട എന്നാണ് പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രകടനമാണ് ഇവിടെ നടന്നത്. അതിൻ്റെ എന്താണ് മാഡം പേരെന്താണ്? ഷീല എന്നാണ് പേര്. ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് അരാഷ്ട്രീയം എന്നാണ് പറഞ്ഞത്. ഒരു പാർട്ടിയോ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ലാത്ത ഒരു സംഘടനയാണ് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആണോ? അതെ, നമ്മൾക്ക് ഒരു പാർട്ടിയിടത്തും നമുക്ക് നയമില്ല. പക്ഷേ നമുക്ക് പുരോഗമനപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന എന്തിനും നമ്മൾ സ്വീകരിക്കുകയും അതുമായിട്ട് നമ്മൾ അനുഭാവം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ അരാഷ്ട്രീയമെന്ന് വിളിച്ചു പറയുമെങ്കിൽ നമ്മൾ കാണുന്ന പലരും ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സ്നേഹവും അല്ലെങ്കിൽ അവരുടെ പരിപാടി കൂടെ അനുസരിച്ചും ഒരു ചായ്വുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ ഉദ്ഘാടനത്തിന് വന്ന അദ്ദേഹവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചുമതലയുള്ള അദ്ദേഹമാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് പാർട്ടിയോട് ചായ്വില്ലെങ്കിലും നമുക്ക് പുരോഗമനപരമായ ആശയങ്ങൾ ഏത് പാർട്ടി മുന്നോട്ട് വെച്ചാലും അതിനോട് നമുക്ക് യോജിപ്പുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ടത് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം ഒരു പറഞ്ഞില്ലേ 90 ലക്ഷത്തിലധികം പേരാണ് പശ്ചിമേഷ്യയിലും ഗൾഫിലും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലും നമ്മുടെ ചാനലുകൾ ഇന്ന് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം കാലത്ത് മുതൽ വൈകുന്നേരം വരെ അവർ വളരെ രീതിയിൽ ഇപ്പോൾ ഒരു സിനിമ കാണുന്ന കണക്ക് പുറകിൽ വിഷ്വലൊക്കെ വെച്ചിട്ട് വളരെ രീതിയിലാണ് ഈ യുദ്ധത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇറാനിലാണ് ബോംബിട്ടിരിക്കുന്നത്, ഇസ്രയേലും അമേരിക്കയും. പക്ഷേ ഇറാൻ ബോംബിടുന്നത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇറാനെതിരെയല്ലേ നമ്മൾ ഈ ഒരു പ്രഖ്യാപനം നടത്തേണ്ട, അവസാനിപ്പിക്കണമെന്ന് പറയേണ്ടത്? അല്ല, ആ രാജ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയുടെ ഒത്താശ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് ലോകനാശം വിതച്ചുകൊണ്ടൊരു യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളത് ബിഹൈൻഡായിട്ടുള്ളൊരു ലക്ഷ്യമാണ്. അതാണെങ്കിൽ ഇവിടെ നമ്മൾ എഴുതി കൊണ്ടുവന്ന പ്ലക്കാർഡുകളെല്ലാം ഹിരോഷിമ നാഗസാക്കിയും അണുബോംബ് ഇടുമെന്നൊക്കെയാണ്. ഈ യഥാർത്ഥത്തിൽ യുദ്ധം തുടങ്ങുമ്പോൾ ഈ ഇറാൻ അണുവായുധം ഉണ്ടാക്കുകയോ ബോംബ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ഭയം കൊണ്ടാണ് അവരത് പറഞ്ഞിട്ട് പോയ വാക്ക് പാലിക്കാതെ ഉണ്ടാക്കുന്നു പറഞ്ഞാണ് അവരാണ് ഈ അണുവായുധം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ കയ്യിലിരിപ്പുള്ളവരാരും ഈ അണുവായുധം ഉപയോഗിക്കുകയോ അണുബോംബ് ഇടുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ പറയുന്നത് ഹിരോഷിമ നാഗസാക്കി പോലെ ആകരുതെന്ന്. പക്ഷേ ഇറാൻ എന്ന് പറഞ്ഞവർ അവർ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? നമ്മൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ലോകമഹായുദ്ധ കാലത്ത് അണുബോംബ് വിസ്ഫോടനം ഉണ്ടായതിൻ്റെ ദൂഷിത ഫലങ്ങൾ മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഏത് രാജ്യം ഉണ്ടാക്കിയാലും ഉപയോഗിച്ചാലും അത് മാനവരാശിക്ക് വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ളത് ഒരു വലിയ നഗ്നമായ സത്യമാണ്. അതിൻ്റെ ഭീതിയിലാണ് ആളുകൾ ഏത് രാജ്യമെന്ന് നോക്കാതെ തന്നെ ഇതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തുന്നത്. അപ്പോൾ ഈ ഇറാനാണ് ഉണ്ടാക്കാൻ പോകുന്നു, അവർ അണുബോംബ് പറഞ്ഞാൽ കേൾക്കത്തില്ല. അവിടെ നിന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ പഠിക്കുന്നതിനും നടന്നു പോകുന്നതിനും മുഖം മറച്ചാൽ ആസിഡ് ആക്രമണമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പലരും അറിയാം. പക്ഷെ അതിനൊന്നും ആരും ഇതുവരെ പ്രകടനമൊന്നും നടത്തിയിട്ടില്ല. ഇതിൽ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയും കൂടിയാണ് സംസാരിക്കുന്നത്. ഒരു യുദ്ധം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളും തന്നെയാണ്, പ്രത്യേകിച്ചും പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് അതിനെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ കൂടി നമ്മൾ മുൻ കണ്ടുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രകടനങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ഏത് രാജ്യത്തിനെതിരെ ഒരു സപ്പോർട്ട് കൂടെ ആരും നോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. അവരങ്ങനെ നിങ്ങളെ ആരെയും നോട്ട് ചെയ്യുകയോ ഇങ്ങനെയുള്ള പ്രകടനം നടത്തുന്നതിൽ പ്രശ്നം ഉണ്ടാകത്തില്ല എന്നുള്ള ധൈര്യമാണോ ഇതിനിറങ്ങി, അതോ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിലാണോ? ഒരു വീട്ടമ്മ എന്ന നിലയിലും ഒരു സംഘടനാ പ്രവർത്തക എന്ന നിലയിലും നമ്മുടെ പ്രതിബദ്ധതയാണത്. ഈ ഒരു യുദ്ധം അത് എത്രത്തോളം ദോഷകരമാണ്, മനുഷ്യരാശിക്ക് എത്രത്തോളം ഭീതിതമായൊരവസ്ഥയിലാണുള്ളതെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട്, അതെന്തെല്ലാം വിപത്തുകൾ ഉണ്ടാക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് യുദ്ധത്തിനെതിരെ പ്രതിഷേധം നടത്തുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് കൊല്ലം ജില്ലയിൽ യുദ്ധത്തിനെതിരെയും അല്ലെങ്കിൽ യുദ്ധമുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചും ഇവിടെ ഓരോ വീട്ടുകളിലും യുദ്ധം എത്തിയ കണക്കാണ്. കാരണം നിരവധി പേരാണ് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നത്. പോരടിച്ച് പോർവിളിച്ച് തലയറുത്തു ചോര ചിന്തി ലഹരിയായി ചുറ്റിലും മാറിടുന്ന കാഴ്ചകൾ മതമിളകി നാടുനീളെ തീ പടർത്തി ചാമ്പലാക്കി നേടിടുന്ന വിജയമെന്തിന്? നാടുവിട്ടു വീടുവിട്ടു വഴി നടന്നു താങ്ങുപോയി തളർന്ന ജീവിതങ്ങളേറിടുന്നു.